നമസ്കാരം. പിണറായിയുടെ ഭരണകാലത്ത് ആലപ്പുഴയിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ക്രൂരമായി മർദ്ദിച്ച സംഭവവും അതിനെ രക്ഷാപ്രവർത്തനമെന്ന് വിളിച്ച് പിണറായി വിജയൻ ന്യായീകരിച്ചതും ആരും മറന്നിട്ടില്ല. ആ മർദ്ദനക്കേസ് അട്ടിമറിക്കാൻ അണിയറയിൽ ചരട് വലിച്ച വിവാദ ഉദ്യോഗസ്ഥൻ ADGP MR അജിത് കുമാറിന് നേരെ ഇപ്പോൾ നിയമത്തിന്റെ ശക്തമായ പൂട്ട് വീണിരിക്കുകയാണ്. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ADGPയിൽ നിന്ന് നേരിട്ട് വിശദീകരണം തേടാൻ DGP ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് അതീവ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമാണ് DGP കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അജിത് കുമാറിന്റെ വിശദീകരണം ലഭിച്ചാൽ ഉടൻ തന്നെ ആഭ്യന്തര വകുപ്പിന് DGP അന്തിമ റിപ്പോർട്ട് കൈമാറും. പിണറായിയുടെ ഭരണകാലത്ത് അഴിമതികൾക്കും അക്രമങ്ങൾക്കും തണൽ നിന്നവർക്ക് പുതിയ സുതാര്യ ഭരണത്തിൽ ഇളവുകൾ ഇല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ നീക്കം. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ ADGP നേരിട്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന് അക്ഷരം പ്രതി എഴുതി വെച്ചിട്ടില്ലെങ്കിലും ഇതിനേക്കാൾ ഗുരുതരമായ വിവരങ്ങളാണ് അതിലുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ ADGP തന്റെ ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ചു വരുത്തി ഈ കേസിൽ അനാവശ്യമായ ഇടപെടലുകളും സമ്മർദ്ദങ്ങളും നടത്തിയെന്ന് വ്യക്തമാക്കുന്ന കീഴുദ്യോഗസ്ഥരുടെ നിർണായകമായ മൊഴികൾ ഈ റിപ്പോർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് സ്വന്തം താൽപര്യപ്രകാരം കേസ് വഴിതിരിച്ചുവിടാൻ നോക്കിയ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് DGP ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. DGP സമർപ്പിക്കാൻ പോകുന്ന ഈ റിപ്പോർട്ട് MR അജിത് കുമാറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോവുകയാണ്. നിലവിൽ DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന സീനിയർ ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ. എന്നാൽ ഈ ഗുരുതരമായ അന്വേഷണ റിപ്പോർട്ടും തുടർന്നുണ്ടാകുന്ന അച്ചടക്ക നടപടികളും അദ്ദേഹത്തിന്റെ DGP പ്രൊമോഷനെ പൂർണ്ണമായും ബാധിക്കുമെന്നാണ് ഉന്നത തലത്തിൽ നിന്നുള്ള വിലയിരുത്തൽ. നിലവിലുള്ള സൂചനകൾ പ്രകാരം അജിത് കുമാറിനെ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ വകുപ്പ് തല അച്ചടക്ക നടപടികൾക്കാണ് സാധ്യത. കാരണം ഇത്തരം ഉദ്യോഗസ്ഥരെ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്താൽ അവർക്ക് ട്രൈബ്യൂണലുകളിൽ പോയി സാങ്കേതിക പഴുതുകൾ കാണിച്ച് അനുകൂല വിധി സമ്പാദിക്കാൻ എളുപ്പമാണ്. എന്നാൽ വകുപ്പ് തല അന്വേഷണം നടത്തി സർവീസിൽ വെച്ച് തന്നെ പൂട്ടിയാൽ അവരുടെ പ്രൊമോഷനും ആനുകൂല്യങ്ങളും തടയാൻ നിയമപരമായി സർക്കാരിന് കഴിയും. യഥാർത്ഥത്തിൽ അജിത് കുമാറിനെ പോലെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥന് വെറും ഒരു വകുപ്പ് തല നടപടി മാത്രം പോരാ, കർശനമായ മാതൃകാപരമായ ശിക്ഷ തന്നെ നൽകേണ്ടതായിരുന്നു എന്ന വികാരം പൊതുസമൂഹത്തിലുണ്ട്. എങ്കിലും നിയമപരമായ പഴുതുകൾ അടച്ച് കുറ്റവാളിയെ കൃത്യമായി കൊടുക്കാൻ DGPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംവിധാനം കാണിക്കുന്ന ഈ വിവേകപൂർണമായ നീക്കം അഭിനന്ദനാർഹമാണ്. DGP ആഭ്യന്തര വകുപ്പിന് നൽകുന്ന ഔദ്യോഗിക റിപ്പോർട്ടിന്റെ പൂർണ്ണമായ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ തുടർ നടപടികൾ കൃത്യമായി പ്രഖ്യാപിക്കുക. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലത്ത് പോലീസിലെ ചില ഉന്നതർക്ക് എന്തും ചെയ്യാനുള്ള പരമാധികാരമാണ് ലഭിച്ചിരുന്നത്. സ്വന്തം അണികൾക്ക് വേണ്ടി കേസ് അട്ടിമറിക്കാനും നിയമത്തെ വെല്ലുവിളിക്കാനും ഇവർക്ക് മടിയുണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ ഭരണത്തിൽ നിയമം അതിന്റെ വഴിക്ക് കൃത്യമായി സഞ്ചരിക്കുകയാണ്. കേസുകൾ അട്ടിമറിക്കാൻ നോക്കുന്ന വിവാദ ഉദ്യോഗസ്ഥർ എത്ര ഉന്നതരായാലും അവരെ നിയമത്തിന്റെ വഴിക്ക് കൊണ്ടുവരാൻ പോലീസിന് കഴിയണം.